കാലമെത്ര കഴിഞ്ഞാലും വിൽപ്പനയുടെ മാറ്റ് കുറയാത്ത ലോഹമാണ് സ്വർണം. ചരിത്രങ്ങൾ ഭേദിച്ച് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് സ്വർണം അഭൂതപൂർവമായ കുതിപ്പാണ് നടത്തുന്നത്. വില കുതിച്ചുപാഞ്ഞ് ലക്ഷവും കടന്ന് മുന്നോട്ടുള്ള കുതിപ്പിലാണ്. പുതുവർഷം പിറക്കും മുന്നേ ലക്ഷമെന്ന നാഴികക്കല്ല് തൊട്ട സ്വർണം പുതുവർഷം പിറന്ന ശേഷം കഴിഞ്ഞ 4 ദിവസമായി ലക്ഷത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു. 5-ാം ദിവസം വീണ്ടും വൻ കുതിപ്പാണ് സ്വർണം നടത്തിയത്. വില എത്ര ഉയർന്നാലും മന്നലോഹത്തോടുള്ള ജനങ്ങൾക്കുള്ള പ്രിയം അവസാനിക്കില്ല. ഇപ്പോഴും ഇന്ത്യയിലെ സ്വർണപ്രിയരായ കുടുംബങ്ങളുടെ കൈവശം ആകെ 30,000 ടണ്ണിലധികം സ്വർണമുണ്ട് എന്നാണ് കണക്ക്. ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്വർണത്തിന്റെ കണക്കോ വിലയോ മൂല്യമോ അല്ല, മറിച്ച് എത്രമാത്രം അളവിലുള്ള സ്വർണം നമുക്ക് വീട്ടിൽ നമ്മുടെ കൈവശം സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ്. എത്ര പവൻ വരെ വീട്ടിനകത്ത് സൂക്ഷിക്കാം? പരിധിക്ക് മുകളിൽ കടന്നാൽ എന്ത് സംഭവിക്കും? നിയമ നടപടി നേരിടേണ്ടി വരുമോ? ഇത്രയും കാര്യങ്ങളിൽ ഇന്നും നമുക്കിടയിൽ പലരും അജ്ഞരാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ നിയമമനുസരിച്ച് വീട്ടിൽ സൂക്ഷിക്കേണ്ട സ്വർണത്തിന് പരിധിയൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നിയമാനുസൃത രേഖകൾ വേണമെന്ന് മാത്രം. അങ്ങനെയല്ലാത്ത പക്ഷം അത് നിയമലംഘനമാണ്, നികുതി വെട്ടിപ്പായി കണക്കാക്കും. നികുതി അടയ്ക്കൽ നിർബന്ധമായി വരും. അതുകൊണ്ട് തന്നെ എത്രമാത്രം സ്വർണം ബില്ലോ രേഖകളോ ഇല്ലെങ്കിലും വീട്ടിൽ സൂക്ഷിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അല്ലാത്തതിനുള്ള നിയമ നടപടി എന്ത് എന്നെല്ലാം അറിഞ്ഞിരിക്കണം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരാൾക്ക് അയാളുടെ വരുമാനത്തിൽ നിന്നോ കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നോ ലഭിച്ചതോ പാരമ്പര്യമായി ലഭിച്ചതോ ആയ സ്വർണത്തിന് നികുതി അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ വരുമാന സ്രോതസ്സിനേക്കാൾ കൂടിയ അളവിൽ സ്വർണം വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും അത് അന്വേഷണ വിധേയമാകും. അവിടെ അതിന്റെ സത്യസന്ധത തെളിയിക്കാൻ സ്വർണത്തിന്റെ ബില്ലടക്കമുള്ള രേഖകളോ അതല്ലെങ്കിൽ അത് വാങ്ങാൻ ചിലവഴിച്ച പണത്തിന്റെയോ വിവരങ്ങൾ കൃത്യമായി ഹാജരാക്കണം. അല്ലാത്ത പക്ഷം നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. നിശ്ചിത പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വിശദീകരിക്കാത്ത നിക്ഷേപമായി കണക്കാക്കും. ഇതിന് കനത്ത നികുതിയും പിഴയും നൽകേണ്ടി വരുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അതേസമയം ഒരു നിശ്ചിത അളവ് വരെ സ്വർണത്തിന് സാമ്പത്തിക സ്രോതസ്സോ വരുമാന സ്രോതസ്സോ ആവശ്യമില്ല എന്നും നിയമം നിഷ്കർഷിക്കുന്നു. ഇത്തരത്തിൽ രേഖകൾ ഇല്ലാതെ കൈവശം വയ്ക്കുന്ന സ്വർണത്തിന് കൃത്യമായ പരിധിയും നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അവ എത്രയാണ് എന്ന് കൂടി പറഞ്ഞു പോയാൽ മാത്രമേ ഇതേക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടൂ. വിവാഹിതരായ സ്ത്രീകൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന സ്വർണത്തിന്റെ അളവ് 500 ഗ്രാമാണ്, അതായത് 62.5 പവൻ. അവിവാഹിതയായ സ്ത്രീയാണ് എങ്കിൽ അവർക്ക് കൈവശം വെക്കാവുന്ന സ്വർണത്തിന്റെ അളവ് 250 ഗ്രാമാണ്, അഥവാ 31.25 പവൻ. അതേസമയം പുരുഷനാണ് എങ്കിൽ വിവാഹിതനായാലും അവിവാഹിതനായാലും കൈവശം വെക്കാൻ സാധിക്കുന്നത് കേവലം 100 ഗ്രാം സ്വർണമാണ്, അഥവാ 12.5 പവൻ. സർക്കാർ നൽകിയ ഈ നിശ്ചിത പരിധിക്ക് മുകളിൽ സ്വർണം കൈവശം വെച്ചാൽ റെയ്ഡുകളോ പരിശോധനകളോ നടത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഇവ കണ്ടുകെട്ടാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ നിയമവശം. ഉദാഹരണത്തിന്, ഭർത്താവും ഭാര്യയും അവിവാഹിതയായ മകളും അടങ്ങുന്ന ഒരു കുടുംബമാണ് എങ്കിൽ അവർക്ക് നിയമപരമായി കൈവശം വെക്കാവുന്ന സ്വർണത്തിന്റെ അളവ് 850 ഗ്രാമാണ്. ഭാര്യയ്ക്ക് 500, മകൾക്ക് 250, ഭർത്താവിന് 100 ഗ്രാം എന്നിങ്ങനെയാണ് അതിന്റെ കണക്ക്. ഇത്രയും സ്വർണം ബില്ലുകളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ സൂക്ഷിക്കാം. ഇനി സ്വർണ നിക്ഷേപം, സ്വർണക്കട്ടികൾ, നാണയങ്ങൾ ഇവയ്ക്ക് ഇത് ബാധകമല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിലുള്ള സ്വർണത്തിന്റെ അളവ് 850 ഗ്രാമിന് മുകളിലാണ് എങ്കിൽ ആ കുടുംബം അതിന് രേഖകൾ സൂക്ഷിക്കേണ്ടി വരും. അത് ഏത് രീതിയിൽ ലഭിച്ച സ്വർണമാണ് എങ്കിലും അതിന്റെ വിവരങ്ങൾ കൃത്യമായി തന്നെ സൂക്ഷിച്ചിരിക്കണം. സമ്മാനമായി ലഭിച്ചതാണ് എങ്കിൽ അതിന്റെ വിവരങ്ങൾ, അനന്തരാവകാശിയായി ലഭിച്ചതാണ് എങ്കിൽ ബന്ധപ്പെട്ട അനന്തരാവകാശ രേഖകൾ എന്നിവ സൂക്ഷിക്കണം. ഇൻവോയ്സുകൾ, ഗിഫ്റ്റ് ഡീഡുകൾ, അനന്തരാവകാശ രേഖകൾ എന്നിവ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ സഹായിക്കും. അതേസമയം ഹിന്ദു അവിഭക്ത കുടുംബത്തിന്റെ കാര്യത്തിൽ സ്വർണം കൈവശം വയ്ക്കുന്നതിന്റെ പരിധി നിശ്ചയിക്കുന്നത് കുടുംബത്തിന്റെ വരുമാനവും പദവിയും അനുസരിച്ചാണ്, അതായത് നിശ്ചിത അളവിലല്ല എന്ന സാരം. രേഖകൾ ഇല്ലാതെ പരിധിയിൽ കവിഞ്ഞ സ്വർണം കൈവശം വെച്ചാൽ അത് നികുതി വെട്ടിപ്പായി കണക്കാക്കുമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. ഇനി ഇത്തരത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ എന്ത് നടപടിയായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിയമം ലംഘിച്ചാൽ സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 60% നികുതിയായി നൽകണമെന്നാണ് ചട്ടം. ഇതിനു പുറമെ സർചാർജ്, സെസ് എന്നിവ ഏർപ്പെടുത്തും.
അതിനും പുറമെ കൂടുതലായി പലിശയും പിഴകളും ചുമത്താനും സാധിക്കും. വൻതോതിൽ പരിധിയിൽ കവിഞ്ഞ സ്വർണം കണ്ടെത്തുന്ന ഗുരുതര സാഹചര്യമുണ്ട് എങ്കിൽ സ്വർണം കണ്ടുകെട്ടാൻ വരെ സാധ്യതയുണ്ട്. വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ പിടിച്ചെടുക്കില്ല എന്ന ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം വലിയ അളവിൽ നിക്ഷേപമായി ശേഖരിച്ചു വെച്ച സ്വർണം, വലിയ അളവിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടികൾ, നാണയങ്ങൾ, ഗോൾഡ് ബാറുകൾ, കണക്കിൽപ്പെടാത്ത വ്യാപാരത്തിനോ ഊഹക്കച്ചവടത്തിനോ വേണ്ടി സംഭരിച്ചു വെച്ച സ്വർണം എന്നിവ നിയമവിരുദ്ധമാണ്. അവർക്ക് ഇളവുകൾ ലഭിക്കുകയുമില്ല. ഉപയോക്താക്കളുടെ നെഞ്ചിടിപ്പേറ്റി ഇപ്പോഴും സ്വർണം റെക്കോർഡ് കുതിപ്പാണ് നടത്തുന്നത്. ഇന്നത്തെ നിരക്കിൽ പണിക്കൂലി അടക്കം ഒരു പവൻ സ്വർണത്തിന് വില 1,10,000-ഓളം രൂപ വരും. തിങ്കളാഴ്ച മാത്രം ഒരു പവൻ സ്വർണത്തിന് കൂടിയത് 1,760 രൂപയാണ്. പുതുവർഷം പിറന്ന ശേഷം ആദ്യമായാണ് സ്വർണ്ണവില ലക്ഷം കടക്കുന്നത്. പുതുവർഷത്തിന് മുന്നോടിയായി തന്നെ ലക്ഷാധിപതിയായ സ്വർണം പുതുവർഷ ദിനം മുതൽ ഇടിയാൻ തുടങ്ങി. 99,600 രൂപ വരെ വില താഴ്ന്നു. തിങ്കളാഴ്ച വിപണി വ്യാപാരം ആരംഭിച്ചപ്പോൾ മുതൽ സ്വർണം വീണ്ടും കുതിച്ചു കയറാൻ തുടങ്ങി. വീണ്ടും മറ്റൊരു റെക്കോർഡ് ഭേദിക്കാനുള്ള ഓട്ടത്തിലാണോ സ്വർണമെന്ന് ഇപ്പോൾ തോന്നിപ്പോകുകയാണ്.